നമ്മുടെ ആഭ്യന്തര ഉപമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയാണ്, അദ്ദേഹത്തിനാണ് നമ്മുടെ വിജിലൻസിൻ്റെയും ചാർജ്. അഴിമതിക്കെതിരെയുള്ള അന്വേഷണം നടത്തേണ്ടത് വിജിലൻസ് ആണ്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ചുള്ള കുറ്റകൃത്യങ്ങളുടെ അന്വേഷണം നടത്തേണ്ടത് വിജിലൻസ് ആണ്. അപ്പോൾ അത് സ്റ്റേറ്റ് ഫണ്ടിങ് ഉള്ള സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം, സെൻട്രൽ ഫണ്ടിങ്ങിലാണെങ്കിൽ അത് CBI വേണം നടത്താൻ. അപ്പോൾ ഇവിടെ പ്രോജക്റ്റ് സീറോ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇപ്പോൾ വിജിലൻസ് പുതുതായിട്ട് അനാവരണം ചെയ്തിട്ടുണ്ട്. അത് ശ്രീ രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുത്താണ് പ്രോജക്റ്റ് സീറോ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അതായത് നമ്മുടെ സംസ്ഥാനം, അവിടുത്തെ ഗവൺമെൻറ് ഓഫീസുകൾ, പൊതുമേഖലയിൽ വർത്തിക്കുന്ന സ്ഥാപനങ്ങളുമെല്ലാം അതെല്ലാം ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ അഴിമതി മുക്തമാക്കുക, അഴിമതി അതിൽ നിന്ന് തുടച്ചു നീക്കി സീറോ ആക്കുക. അതാണ് പ്രോജക്റ്റ് സീറോ എന്ന് പറയുന്ന പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഡ്രൈവിങ്ങിനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ വളരെ രസകരമായ ഒരു സംഭവം ഉണ്ടായി. അവന്മാരൊക്കെ കൈക്കൂലി വാങ്ങിക്കുന്ന ഏത് വിധത്തിലേക്കാന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അതായത് കണയന്നൂർ താലൂക്കിൽ ഒരു തഹസീൽദാരുണ്ട്. അത് ലാൻഡ് റെക്കോർഡ്സ് ഇല്ലേ തഹസീൽദാരായിട്ടിരിക്കുന്ന ജോസഫ് ആൻ്റണി ഹർട്ടിസ് എന്ന് പറയുന്ന ആളാണ്. ഹർട്ടിസ് എന്ന പേര് ഉണ്ടെങ്കിലും ഇയാൾക്ക് ഹാർട്ട് ഉണ്ടോയെന്ന് തപ്പി നോക്കിയാൽ പോലും നമുക്ക് അറിയാൻ ഒക്കത്തില്ല. അല്ലെ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കിയാലും ഇയാൾക്ക് ഹാർട്ട് ഉണ്ടോയെന്ന് അറിയാൻ പറ്റത്തില്ല. കാണുന്നതിനെല്ലാം കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടിരുന്നവനാണ്, കൈക്കൂലി രാജാവ്. അപ്പോൾ ഇയാൾക്ക് ഏജൻറ്റുമാർ ഇപ്പോഴും ഉണ്ട്. ഇവന്മാർക്കെല്ലാം ഈ തഹസീൽദാർമാർക്കും എല്ലാം ഇങ്ങനെ കൈക്കൂലി വാങ്ങിക്കുന്നതിനും വില്ലേജ് ഓഫീസർമാർക്കും തഹസീൽദാർമാർക്കും കൈക്കൂലി വാങ്ങിയെടുക്കുന്നതിന് ഏജൻസിനെ അവർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നമ്മുടെ കലൂർ സ്വദേശിയായിട്ടുള്ള ഒരു മനുഷ്യന്, അദ്ദേഹത്തിന് ഇവിടെ ഇളമക്കരയിൽ, അതായത് എടപ്പള്ളി സൗത്ത് വില്ലേജിൻ്റെ പരിധിയിലെ ഇളമക്കരയിൽ ഒരു 1 ഏക്കർ 40 സെൻറ്റ് വസ്തുവുണ്ട്. അതിന് പുരയിടം എന്നുള്ള നിലയ്ക്കാണ് അതിന് നികുതി അടച്ചുകൊണ്ടിരുന്നത്. പുരയിടം എന്നുള്ളതാണ്, ആ രീതിയിലാണ് നികുതി അടച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പിതാവിൻ്റെ വകയായിരുന്നു ആ വസ്തു. പിതാവ് മരിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം അവസാനം ഇത് പോക്കുവരവ് കൈമാറ്റ, അതായത് അനന്തരാവകാശ പോക്കുവരവ്. അപ്പോൾ അദ്ദേഹം അനന്തരാവകാശം എന്നുള്ള നിലയ്ക്ക് ആ വസ്തു കിട്ടുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പേരിൽ പോക്കുവരവ് ചെയ്ത് എടുക്കണമല്ലോ, മ്യൂട്ടേറ്റ് ചെയ്ത് അദ്ദേഹം ടാക്സ് പെയർ ആയിട്ട് മാറണം. അപ്പോൾ അതിന് ചെന്നപ്പോൾ ഒരു പരിപാടി അങ്ങിറക്കി. ഇത് റവന്യൂ റെക്കോർഡ്സ് അനുസരിച്ച് നിലമാണ്. അതുവരെ പുരയിടമായിരുന്നു, ഇപ്പം നിലമാണ്. മാത്രമല്ല ഇവിടെ ആ പുരയിടത്തിൽ വീട് വെക്കാനായിട്ട് അദ്ദേഹം, അതിൻ്റെ ഉടമസ്ഥൻ, കുറച്ച് മണ്ണ് ഇട്ട് അടിച്ച് നിരപ്പാക്കി മണ്ണിട്ടു. അപ്പോൾ അവിടെ, അതായത് ഇവരുടെ ശിങ്കിടിയായിട്ടിരിക്കുന്ന അറസ്റ്റ് ചെയ്യപ്പെട്ടു കക്ഷി ഒരുതൻ അവനുണ്ട്. അവനെ ഈ വൈറ്റില സ്വദേശിയാണ്, ജോസഫ് ഷിബിൻ എന്ന് പേരുള്ള ഒരുതൻ. ഇവന് എന്ത് ചെയ്യുന്നറിയാമോ, ഒരു പരാതി അങ്ങ് കൊടുത്തു. അതായത് നിലം നികത്തുന്നു, അനധികൃതമായിട്ട് നിയമവിരുദ്ധമായിട്ട് നിലം നികത്തും. വൈറ്റില കിടക്കുന്നവനാണ്. അവന് ഇളമക്കരയിലെ നിലം നികത്തുന്നെന്ന്, അതാണ് അവൻ്റെ പരാതി. അത് യഥാർത്ഥത്തിൽ പുരയിടം എന്നുള്ളതായിരുന്നു നേരത്തെ, ലാൻഡാണ് അത്. റിക്ലൈംഡ് പാഡി ഫീൽഡല്ല, അത് പാഡി ഫീൽഡല്ല, വെറ്റ്ലാൻഡ് അല്ല, ഒന്നുമല്ല, പുരയിടമെന്ന് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പരിശോധിച്ച് കുത്തിയെടുത്ത് ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ പണ്ടെങ്ങാണ്ടത് റവന്യൂ റെക്കോർഡിനകത്ത് നിലം എന്ന് കാണിച്ചിരുന്നു. അങ്ങനെയുള്ളത് പിന്നെ മാറ്റം ചെയ്ത് തന്നെ പുരയിടമായിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ ഇതെല്ലാം തോണ്ടിയെടുക്കാൻ പോയാൽ ആർക്കും എങ്ങും താമസിക്കാൻ ഒക്കത്തില്ല. വെറ്റ്ലാൻഡ് എന്ന് ആണെന്നുണ്ടെങ്കിൽ പോയി കാര്യം തീർന്നു. അപ്പോൾ എന്താണെന്നറിയോ ഇതിനകത്ത്, അപ്പോൾ ഇത് ഒരു പരാതി കൊടുത്തു. ഈ പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇയാളെ തഹസീൽദാർ ഈ പറയുന്നവൻ കോണ്ടാക്ട് ചെയ്തു. ഈ ജോസഫ് ആൻ്റണി ഹർട്ടിസ് കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ അവിടെ വന്ന് തഹസീൽദാരെ എന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞു. ഈ പാവം ഉടമസ്ഥനെ അയാൾ പോയി. അയാൾ എന്ന് പറഞ്ഞു, നിങ്ങളിങ്ങനെ അനധികൃതമായിട്ട് അത് മണ്ണ് അടിച്ച് ഇറക്കി, അത് ഒഫൻസാണ്. നിങ്ങൾ അല്ല, ഇത് പുരയിടമായിരുന്നു, നിരപ്പാക്കാൻ ചെയ്തതാണ്. അത് പുരയിടം എന്നാണ് റെക്കോർഡിലുള്ളത്. നേരത്തെ അച്ഛനൊക്കെ കരമടച്ചുകൊണ്ടിരുന്ന പുരയിടം എന്നാണ്. അത് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല, ഇത് റവന്യൂ റെക്കോർഡ് അനുസരിച്ച് നിലമാണ്. അപ്പം അന്നേരം ഇയാൾ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ആ ഇട്ട മണ്ണ് ഞാൻ അങ്ങ് വാരി മാറ്റാം. അതിൻ്റെ ആവശ്യമില്ല. അല്ലെന്നുണ്ടെങ്കിൽ അത് എന്താ പിഴയെന്ന് പറഞ്ഞാൽ സാറ് പറഞ്ഞു അത്രയും ഫൈൻ ഞാനൊക്കെ അടച്ചേക്കാം. അതിന് അതൊന്നും ആവശ്യമില്ല, നമുക്കത് റെഡിയാക്കി എടുക്കാം. അതിനൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ പരാതിക്കാരനുണ്ടല്ലോ ഈ ഷിബിൻ, അവനെ പോയി കാണണം.
അങ്ങനെ ഈ ജോസഫ് ഷിബിൻ എന്ന് പറയുന്ന വയറ്റിലക്കാരനെ ഇയാൾ പോയി പാവം പോയി കണ്ടു കഴിഞ്ഞ കാര്യം പറഞ്ഞാൽ അത് നമുക്ക് ശരിയാക്കി എടുക്കാവുന്നതാണ്, അതിന് ഞാൻ ഒരാളെ ഏർപ്പെടുത്തി തരാം എന്ന് പറഞ്ഞ് വേറൊരു ഏജൻറ്റിനെ, അത് ഈ തഹസീൽദാരുടെ ആൾ തന്നെയാണ്, അവനെ ഒരു രാജേഷ് എന്ന് പറയുന്ന ഒരുത്തനെ, അവനെ കടവന്തറ സ്വദേശിയാണ്, രാജേഷ് NS എന്ന് പറയുന്ന ഒരുത്തനെ ഏർപ്പാട് ചെയ്ത് കൊടുത്തു. അവനെ വിളിച്ചു. ഇവന്മാർ രണ്ടുപേരും കൂടെ ഇയാളുമായിട്ട് സംസാരിച്ചിട്ട് അവസാനം അപ്പം പറഞ്ഞു നമുക്കിത് ശരിയാക്കി എടുക്കാം. പക്ഷെ ശരിയാക്കാനൊരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തഹസീൽദാർക്ക് ഈ പറഞ്ഞ ജോസഫ് ആൻ്റണി ഹർട്ടിസിനും അതുപോലെ തന്നെ മറ്റ് വില്ലേജ് ഓഫീസർമാർക്കും അതുപോലെ അത് സൗത്ത് ഈ എളമക്കര സൗത്ത് വില്ലേജിലെ വില്ലേജ് ഓഫീസറും ഇതിനകത്ത് ഉൾപ്പെട്ടു എന്നുള്ളതാണ്. അയാളും വിളിച്ചു പറഞ്ഞു ഇത് വലിയ കുഴപ്പമാണ്, നിങ്ങൾ കാണിച്ചേക്കുന്നത് നിങ്ങളുടെ നിലമാണ്, അത് നികത്താൻ മണ്ണിട്ടു എന്നൊക്കെ പറഞ്ഞു ഇയാളെ വരട്ടി. അപ്പോൾ ഇത് അതന്നെ അന്നേരം അയാൾ വീടിൻ്റെ തറ നിർമ്മിക്കാൻ വേണ്ടിയാണ് ഈ മണ്ണ് അതിട്ട് നിരത്താനായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഷിബിനാണ് ഈ പരാതിക്കാരൻ, ഇടനിലക്കാരനാണ് ഈ ഷിബിൻ. റവന്യൂ വകുപ്പിലെ ഈ തഹസീൽദാരന്മാരുടെയും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർമാരുടെയും ഇടനിലക്കാരനാണ്. അപ്പോൾ ഇയാൾ എന്നിട്ട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, ഇത് തീർക്കണമെങ്കിൽ അത് ഇങ്ങനെ മാർഗമുള്ള അവർക്കൊക്കെ കാശ് കൊടുത്തേ പറ്റൂ. തഹസീൽദാർക്കും വില്ലേജ് ഓഫീസർമാർക്കും അവിടുത്തെ പിന്നെ റവന്യൂവിലെ ഉദ്യോഗസ്ഥന്മാർക്കുമായിട്ട് ഒരു 5 ലക്ഷം രൂപ കൊടുക്കണം. അയാളുടെ പേരിൽ പോക്കുവരവ് മാറ്റുന്നതിനാണ് 5 ലക്ഷം രൂപ കൊടുക്കണം. പിന്നെ ഞങ്ങൾക്ക് 2 പേർ കൂടെ ഒരു 5 ലക്ഷം രൂപ വേണം. അങ്ങനെ 10 ലക്ഷം രൂപ കൊടുക്കണം. അപ്പോൾ ഇയാൾ 10 ലക്ഷം രൂപ ഒരാവശ്യമില്ലാതെ അയാൾ കൊടുക്കണമല്ലോ. അപ്പോൾ പറഞ്ഞു നേരെ. അന്നേരം അവർ തന്നെ ഫോൺ ചെയ്തു, തഹസീൽദാർക്ക് ഫോൺ കൊടുത്തു. ഈ പറയുന്ന ജോസഫ് ആൻ്റണി ഹർട്ടിസിന് ഫോൺ കൊടുത്തു പറഞ്ഞു ആ ഷിബിൻ പറഞ്ഞേക്കുന്ന പോലെ നിങ്ങളങ്ങ് ചെയ്യേ, നിങ്ങൾ ഈ പൈസ അങ്ങ് കൊടുത്താലേ കാര്യം നടക്കുള്ളൂ, അല്ലാതെ നടക്കുകയല്ല, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാവും, നിങ്ങളുടെ ആയുസിൽ നിങ്ങൾക്കിത് തരമാറ്റി കിട്ടത്തില്ല, എന്നും ഇത് നിലവന്ന് കിടക്കും. അതാണ് പ്രശ്നം. അത് അങ്ങനെ ആയി പോകും, നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ പറ്റത്തേയില്ല, അത് നികത്താൻ അതിൻ്റെ തരം മാറ്റി തരുത്തുമില്ല, അങ്ങനെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട എന്ന് പറഞ്ഞു. ഏതായാലും അയാൾ വിഷമിച്ചു. അയാൾ നേരം പറഞ്ഞു ശരി ശരി അങ്ങനെ ആവട്ടെ, എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം എന്ന് ഇയാൾ പറഞ്ഞു. പക്ഷേ ഇയാൾക്ക് ഈ കൈക്കൂലി കൊടുക്കുന്നത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കൊടുക്കണം ഒരു കാര്യമില്ലാതെ ഇത് കൈക്കൂലി കൊടുക്കാതെ താല്പര്യമില്ല. അയാൾ എന്തെന്നറിയോ, അയാൾ വിജിലൻസിൻ്റെ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിനെ വിവരം അറിയിച്ചിട്ട് അവരൊരു ട്രാപ്പ് ഫോം ചെയ്തിട്ട് പറഞ്ഞു, ഇയാൾ പറഞ്ഞു ഈ ഷിബിൻ്റെ അടുത്ത് പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം, 2 ലക്ഷം രൂപ ക്യാഷായിട്ട് തരാം, ബാക്കി 8 ലക്ഷം രൂപ നിങ്ങളുടെ വരി ചെക്ക് തരാമെന്ന് പറഞ്ഞു. മതി, കാരണം അവന്മാർക്ക് എങ്ങനെ കിട്ടിയാലും മതി, അവന്മാരത് വാങ്ങിച്ചോളും. അയാൾ 2 ലക്ഷം രൂപ ക്യാഷും ഒരു 8 ലക്ഷം രൂപയുടെ ചെക്കും കൈമാറി. ആ സമയത്ത് കൈയോടുകൂടി ഈ 2 ഏജന്റന്മാരെയും വിജിലൻസ് അങ്ങ് പിടിച്ചു. ഇതാണ് കാര്യം. എന്നിട്ട് നേരെ ഈ പരാതിയിൽ ഇതെല്ലാം ഉണ്ടല്ലോ അയാളുടെ പരാതിയിൽ. അപ്പോൾ മാത്രമല്ല ഇയാളുമായിട്ട് ഫോണിൽ സംസാരിച്ച് എൻ്റെ എവിഡൻസൊക്കെ ഉണ്ട്. തഹസീൽദാർ നേരെ പോയി ഈ തഹസീൽദാർ ജോസഫ് ആൻ്റണി ഹർട്ടിസിനെ ഇയാളെയും കൂടെ അങ്ങ് പിടിച്ചു. അങ്ങനെ 3 പിടിയിലായിട്ടുണ്ട്. ഇതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യവന്മാരെല്ലാം ഇതുപോലെ എങ്ങനെയൊക്കെ ചെയ്യാമോ അതുപോലെല്ലാം ചെയ്യും. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നറിയോ ആളുകൾ, അത് എല്ലാവരും മനസ്സിലാക്കാനാണ് പറയുന്നത്. നമ്മൾ കരമടയ്ക്കാൻ പോകുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ പേര് ചിലപ്പോൾ ഇവർ മനഃപൂർവ്വം ഇതിനകത്ത് ചിലപ്പോൾ തെറ്റിച്ചെഴുതിത്തരും. കരമടയ്ക്കുന്ന രസീതിനകത്ത് നിങ്ങളത് വെരിഫൈ ചെയ്യണം. തെറ്റുണ്ടെങ്കിൽ അന്നേരം പറഞ്ഞിട്ട് ഇങ്ങനല്ല എൻ്റെ പേര് റെഡിയാക്കി എഴുതാൻ പറയണം. എന്തിനാണെന്നറിയോ, അടുത്ത തവണ കരമടയ്ക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾ പറയും നമ്മുടെ പേര് ഇതല്ല, പേര് മാറ്റാൻ പറയുമ്പോൾ പറയും ഇല്ല കഴിഞ്ഞ തവണയൊക്കെ നിങ്ങൾ ഈ പേരിൽ കരമടച്ചേക്കുന്നത്, ഇത് മാറ്റാനൊന്നും നോക്കത്തില്ല. എന്തിനാണെന്നറിയോ, ഇതിന് കാശ് വാങ്ങിക്കാനാണ് ഈ പണി ചെയ്യുന്നത്. നിങ്ങളുടെ ഇനീഷ്യൽ തെറ്റായിട്ടിടും, നിങ്ങളുടെ അച്ഛൻ്റെ പേര് തെറ്റായിട്ട് കാണിക്കും, ഭർത്താവിൻ്റെ പേരല്ലേ തെറ്റായിട്ട് കാണിക്കും. ഇതെല്ലാം കാണിക്കുന്നത് എന്താണെന്നറിയോ, ഇത് ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഈ കരമടയ്ക്കാൻ നേരത്ത് ഞാനിതെല്ലാം കറക്റ്റ് വെരിഫൈ ചെയ്തിട്ട് ഇത് മുഴുവൻ രസീത് ഇല്ലെങ്കിൽ അന്നേരം ഞാൻ കൊടുത്തയച്ച് തിരുത്തിക്കും. ഞാനങ്ങനെ ചെയ്തോണം. അതുപോലെ തന്നെ പുരയണം, നിങ്ങൾ ശ്രദ്ധിച്ചോണം. ചിലപ്പോൾ അവിടെ നിലം അനങ്ങാതെ അങ്ങ് കാണിച്ചേക്കും. നമ്മൾ വിചാരിക്കും നമ്മൾക്ക് കരമൊടുക്കിക്കൊണ്ടിരിക്കുന്നതല്ലേ, നമ്മുടെ ഇരിക്കുന്ന പ്രശ്നം വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങൾ വഞ്ചിതരാകരുത്, അത് എപ്പോഴും അത് ശ്രദ്ധിച്ചോണം.
അപ്പോൾ ഇത് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ മനോജ് എബ്രഹാമാണ് വിജിലൻസിൻ്റെ ഡയറക്ടർ. മനോജ് എബ്രഹാം IPS അറിയിച്ചേക്കുന്ന ഒരു അറിയിപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞ് ഇങ്ങനെയുള്ള അഴിമതികൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ചെയ്യേണ്ടത് നിർബന്ധമായിട്ടും വിജിലൻസിൻ്റെ ടോൾ ഫ്രീ നമ്പറായ 1064 1064 അല്ലെങ്കിൽ മൊബൈൽ നമ്പർ 8592900900 ഈ നമ്പറിലോ അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പറായിട്ടുള്ള 9447789100 ഇതിലോ നിങ്ങൾ വിവരം അറിയിക്കണം. ബാക്കി അവർ കൈകാര്യം ചെയ്തോളും. അത് ആരും ചെയ്യാതിരിക്കരുത്. ഇതുപോലുള്ള അഴിമതി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിർബന്ധമായിട്ട് അത് ചെയ്തിരിക്കണം. ഏതായാലും ഈ അഴിമതി കണ്ടുപിടിച്ച ഉദ്യോഗസ്ഥർക്കും ഇതുപോലെ ഇതിന് മുൻകൈ എടുത്തിറങ്ങിയ ആ ലാൻഡ് ഓണർക്കും ഞാൻ എല്ലാവിധ ആശംസകളും നേരുകയാണ്. കൊള്ളാം, നന്നായിരിക്കുന്നു.